നീക്കങ്ങളും ഗൾഫ് രാജ്യങ്ങൾ സസൂക്ഷ്മം തന്നെയായി നിരീക്ഷിക്കുകയാണ്. ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല കിംവദന്തികളും നിലനിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ തന്നെ അമേരിക്കയുമായി വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ ഉത്തരവിട്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസെൻഷ്കിയൻ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ ആരംഭിക്കാൻ ഉത്തരവിട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൈനിക നടപടി ഒഴിവാക്കാൻ ഇറാൻ ഒരു ഉടമ്പടിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കമെന്നും അറിയാൻ സാധിക്കുന്നു. US ഇറാനും ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ പോവുകയാണ്. അതായത് വരുന്ന ഫെബ്രുവരി 6 ഒമാനിൽ വെച്ചായിരിക്കും ആണവ ചർച്ചകൾ നടക്കുക. ഇറാന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ തുർക്കിയിൽ നിന്ന് ഒമാനിലേക്ക് ആണവ ചർച്ചകൾ മാറ്റാൻ ട്രംപ് സമ്മതിച്ചതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനു മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചതായും തന്നെ സൂചനയുണ്ട്. മേഖലയിലെ അറബ് മുസ്ലിം രാജ്യങ്ങൾ ഒമാനിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കുചേരുമോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുന്നത് ചില അറബ് നയതന്ത്രജ്ഞർ സൂചിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സംഘർഷം പരിഹരിക്കുന്നതിനായി തന്നെ പ്രാദേശിക പങ്കാളികൾ സമ്മർദ്ദം ചെലുത്തുന്നതിനെ തുടർന്നുകൊണ്ട് ചർച്ചകൾ നടക്കുന്നു എന്നതാണ് സൂചനകൾ പുറത്തുവരുന്നത്. അറേബ്യൻ കടലിൽ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിനെ ആക്രമിക്കാൻ എത്തിയതിനായി തന്നെ ആരോപിക്കപ്പെടുന്ന ഒരു ഇറാനിയൻ ഡ്രോൺ കഴിഞ്ഞ ദിവസം US ആകട്ടെ വെടിവെച്ച് വീഴ്ത്തിയതായും തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പുതിയ സാഹചര്യത്തിൽ ഇറാനുമായുള്ള ചർച്ചകൾ ഈ ആഴ്ച അവസാനം നടക്കുമെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയായ കരോലിൻ ലെവിറ്റ് പറഞ്ഞിരിക്കുന്നത്. US ചർച്ചയ്ക്ക് ഒരു ചട്ടക്കൂട് രൂപപ്പെടുകയാണ് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് എക്സിൽ കുറിച്ചതും. നിരവധി കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നും കൂടാതെ തന്നെ നയതന്ത്ര പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിന്റെയും വിശദാംശങ്ങൾ ഞങ്ങൾ പരിശോധിക്കുകയാണ് എന്നും അന്തിമമാക്കുകയും ചെയ്യുന്നു എന്നതും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു ദിവസങ്ങളിൽ പൂർത്തിയാക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചർച്ചകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നതും. ഇറാന് ആണവ കരാറിലേക്ക് എത്താനുള്ള സമയം അത് തീർത്തുകൊണ്ടിരിക്കുന്നു എന്ന് ട്രംപ് നേരത്തെ തന്നെ ഭീഷണി മുഴക്കിയിരുന്നു. അതേപോലെ ടെഹ്റാൻ അന്ത്യശാസനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നും അത്തരം സന്ദേശങ്ങൾ ലഭിച്ചതായി തന്നെ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തതാണ്. അതേസമയം മേഖലയിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ മധ്യേഷ്യയിൽ ആകെ തന്നെ യുദ്ധം പടരുമെന്ന് കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമൈനി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. നയതന്ത്ര ശ്രമങ്ങളിലൂടെ തന്നെ അവിടെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ വിവിധ രാജ്യങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുകയും ഇറാനിയൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി അടക്കം കഴിഞ്ഞയാഴ്ച അവിടെ തുർക്കി, ഈജിപ്ഷ്യൻ അതേപോലെ സൗദി പ്രതിനിധികളെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ വീണ്ടും ഇറാനും അമേരിക്കയുമായി തന്നെ ആണവ ചർച്ചകളെക്കുറിച്ച് ആ ഒരു ചർച്ച പുനരാരംഭിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.